വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ PSC മെയിൻസിന് വേണ്ടിയിട്ടാണ് 2026 PSC മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കേരള ചരിത്രത്തിലെ യൂറോപ്യന്മാരുടെ വരവാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഇങ്ങനെ പോർച്ചുഗീസുകാരെയും ഡച്ചുകാരെയും ഡെൻമാർക്ക്, ഫ്രഞ്ചുകാർ, ബ്രിട്ടീഷുകാർ ഇവരുടെ ആഗമനവും അതുപോലെ യൂറോപ്യന്മാരുടെ സംഭാവനകളും പഠിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പോർഷൻ കവർ ചെയ്യാൻ പോകുന്നത്. നമുക്കതിന് വിശദമായിട്ട് തന്നെ ഈ റാങ്ക് ഫയലിൽ കൂടി തന്നെ പഠിക്കാം. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് കേരള ചരിത്രത്തിലെ യൂറോപ്യന്മാരുടെ വരവ്, അറൈവൽ ഓഫ് യൂറോപ്യൻസ്. ഇത് വിശദമായിട്ട് തന്നെ നമുക്കൊന്ന് പഠിക്കേണ്ടതുണ്ട്. ആധുനിക ഇന്ത്യ ചരിത്രത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? അത് യൂറോപ്യന്മാരാണ്. യൂറോപ്യന്മാരുടെ ആഗമനമാണ്. ഇന്ത്യ കണ്ടെത്താനുള്ള ഔദ്യോഗിക ശ്രമം ആരംഭിച്ചത് ആരാണ്? കൊളംബസ്. ഇന്ത്യ കണ്ടെത്താനുള്ള ഔദ്യോഗിക ശ്രമം ആരംഭിച്ച വ്യക്തി ആരാണ്? കൊളംബസ് ആണ്. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ ആരാണ്? അറബികളാണ്. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ ആരാണ്? അറബികൾ. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. കോൺസ്റ്റാന്റിനോപ്പിൾ എന്തായിരുന്നു? ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നു. AD 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി. ഇത് യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള കച്ചവട ബന്ധത്തെ തടസ്സപ്പെടുത്തി. ഈ പശ്ചാത്തലത്തിൽ യൂറോപ്യന്മാർക്ക് കടൽ മാർഗം ഇന്ത്യയിലേക്കുള്ളൊരു വാണിജ്യപാത കണ്ടെത്തുക ആവശ്യമായി വന്നു. അപ്പോൾ യൂറോപ്പിൽ നിന്ന് എന്ത് ചെയ്തു? ഒരു വാണിജ്യപാത വേണമെന്ന് അവർക്ക് മനസ്സിലായി. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ ആരാണ്? പോർച്ചുഗീസുകാർ. നമ്മൾ പോടാ ബീഫെ എന്നല്ലേ പറയുന്നത്. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, പിന്നെ അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ, ഇങ്ങനെയാണ് യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് എത്തുന്ന ആ ഒരു ഓർഡർ. അപ്പോൾ ആദ്യം എത്തിയതാണ് ആരാണ്? പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ നിന്ന് ആദ്യം തിരിച്ചു പോയത് ആരാണ്? അത് ഡച്ചുകാരാണ്. ഇന്ത്യയിലേക്ക് വന്നത് പോർച്ചുഗീസുകാരും ഏറ്റവും അവസാനം പോയതും ഡച്ചുകാരുമാണ്. ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യന്മാരുടെ ക്രമം: പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. ഏത് നൂറ്റാണ്ടിലാണ് യൂറോപ്യന്മാർ വ്യാപാരത്തിനായിട്ട് കേരളത്തിലെത്തുന്നത്? 15-ാം നൂറ്റാണ്ടിൽ. എന്നാണ്? 15-ാം നൂറ്റാണ്ടിൽ. മറക്കരുത് കേട്ടോ. അപ്പോൾ പറങ്കികൾ അറിയപ്പെടുന്ന ആരെയാണ്? പോർച്ചുഗീസുകാർ. ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണ്. അവരറിയപ്പെടുന്നത് പറങ്കികൾ. പരന്ത്രീസുകാർ എന്നറിയപ്പെടുന്നതോ? ഫ്രഞ്ചുകാരെ. ലന്തക്കാർ എന്നറിയപ്പെടുന്നതോ? ഡച്ചുകാരാണ് നെതർലൻഡുകാർ. വെള്ളക്കാർ എന്നറിയപ്പെടുന്നതോ? ബ്രിട്ടീഷുകാർ. യവനർ എന്നറിയപ്പെടുന്നതോ? അത് ഗ്രീക്കുകാർ. ശീമക്കാർ ആരാണ്? ഇംഗ്ലീഷുകാർ. അപ്പോൾ വെള്ളക്കാർ ബ്രിട്ടീഷുകാർ, യവനർ ഗ്രീക്കുകാർ, ശീമക്കാർ എന്നറിയപ്പെടുന്നത് ഇംഗ്ലീഷുകാർ, പരന്ത്രീസുകാർ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാർ, പറങ്കികൾ പോർച്ചുഗീസുകാർ. അപ്പോൾ ഇത് ഇത്രയും ഓർമ്മയുണ്ടല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത പോർഷൻ നോക്കാം. അടുത്തത് ഇനി പോർച്ചുഗീസുകാരെ പറ്റി പഠിക്കാം. പോർച്ചുഗീസുകാരെന്ന് പറയുമ്പോൾ നമുക്ക് ആരുടെ പേര് ആദ്യം ഓർമ്മ വരുന്നത്? വാസ്കോ ഡ ഗാമയുടെ പേരല്ലേ? അപ്പോൾ വാസ്കോ ഡ ഗാമയുടെ ആഗമനമാണ് നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ട് പോകേണ്ടത്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആരാണ്? വാസ്കോ ഡ ഗാമ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആരാണ്? വാസ്കോ ഡ ഗാമ. വാസ്കോ ഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോ ഡ ഗാമ യുഗത്തിൻ്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ച ആരാണെന്നറിയാമോ? KM പണിക്കർ. വാസ്കോ ഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോ ഡ ഗാമ യുഗത്തിൻ്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത് KM പണിക്കർ. ഏകദേശം 5 നൂറ്റാണ്ടോളം നീണ്ടുനിന്ന യൂറോപ്യൻ ആധിപത്യത്തിന് ഇത് തുടക്കം കുറിച്ചു. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യൻ ശക്തി ആരാണ്? പോർച്ചുഗീസുകാർ. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ച സ്ഥലം ലിസ്ബൺ. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ച സ്ഥലം ഏതാണ്? ലിസ്ബൺ ആണ്. 1497 വാസ്കോ ഡ ഗാമ ലിസ്ബണിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെട്ടത്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ പോർച്ചുഗീസുകാരൻ ആരാണ്? അത് നമ്മുടെ വാസ്കോ ഡ ഗാമയാണ്. ഇന്ത്യയിലേക്ക് ഒരു പുതിയ വാണിജ്യ മാർഗം കണ്ടെത്തുക,
പൗരസ്ത്യ ദേശങ്ങളുമായുള്ള വാണിജ്യം വികസിപ്പിക്കുന്നതിനുമായിട്ട് പോർച്ചുഗൽ രാജാവ് ഡോം മാനുവൽ ഒന്നാമൻ വാസ്കോഡഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചു. വാസ്കോഡഗാമ കേരളത്തിൽ ആദ്യമായി 1498 മെയ് 20 കപ്പലിറങ്ങി. വാസ്കോഡഗാമ എന്നാണ് കേരളത്തിലേക്ക് എത്തിയത്? 1498 മെയ് 20. വാസ്കോഡഗാമയ്ക്കൊപ്പം കേരളത്തിൽ എത്തിച്ചേർന്ന പോർച്ചുഗീസ് നാവികന്റെ പേരാണ് അൽവാരോ വെൻഹോവ്. അൽവാരോ വെൻഹോവ്. വാസ്കോഡഗാമയ്ക്കൊപ്പം കേരളത്തിലേക്ക് എത്തിയ പോർച്ചുഗീസ് നാവികൻ അൽവാരോ വെൻഹോവ്. വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേരാണ് സെന്റ് ഗബ്രിയേൽ. വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേര് സെന്റ് ഗബ്രിയേൽ. വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേര് സെന്റ് ഗബ്രിയേൽ. വാസ്കോഡഗാമയെ ആദ്യ യാത്രയിൽ അനുഗമിച്ച കപ്പൽ ഏതാണ്? സെന്റ് റാഫേൽ ദ ബെറിയോ. സെന്റ് റാഫേൽ ദ ബെറിയോ. വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പൽ സെന്റ് ഗബ്രിയേൽ. 1498 കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറത്ത് തന്തലായിനി ബീച്ചിലാണ് വാസ്കോഡഗാമ കപ്പലിറങ്ങിയത്. എവിടെയാണ്? ചേമഞ്ചേരി പഞ്ചായത്ത്, കാപ്പാട് കടപ്പുറം, പന്തലായിനി ബീച്ച്. വാസ്കോഡഗാമ കോഴിക്കോട് നഗരത്തിന് അടുത്തുള്ള കോവിലകത്ത് ചെന്ന് സാമുദ്രിയെ സന്ദർശിച്ചെങ്കിലും അദ്ദേഹം കച്ചവടത്തോട് എതിർപ്പ് കാട്ടി. ഇതേ തുടർന്ന് 1498 ഓഗസ്റ്റിൽ വാസ്കോഡഗാമയ്ക്ക് കോഴിക്കോട് വിടേണ്ടി വന്നു. യാത്രാമധ്യേ അദ്ദേഹം കോലത്തിരി രാജാവിന്റെ ക്ഷണമനുസരിച്ച് കണ്ണൂരിൽ ഇറങ്ങി. അവിടെ പോർച്ചുഗീസുകാർക്ക് എല്ലാ വാണിജ്യ സൗകര്യങ്ങളും കോലത്തിരി വാഗ്ദാനം ചെയ്തു. പോർച്ചുഗീസ് കപ്പലിൽ ചരക്കു കയറ്റുന്നതിനെ പറ്റി കോലത്തിരി വാസ്കോഡഗാമയുമായി ഒരു കരാറിൽ ഏർപ്പെട്ടു. വാസ്കോഡഗാമ 1498 നവംബറിൽ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് 1499 ലിസ്ബണിൽ തിരിച്ചെത്തി. ഇത്ര കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ അല്ലേ? അതൊരു ജസ്റ്റ് ഇങ്ങനെ കഥ പോലെ കേട്ടിരിക്കാം. വാസ്കോഡഗാമ രണ്ടാമതായി വീണ്ടും വരികയാണ് 1502. ആദ്യം 1498, രണ്ടാമത് 1502. വാസ്കോഡഗാമ അവസാനമായി 1524 എന്നാണ് വന്നത്? 1524. വാസ്കോഡഗാമ പോർച്ചുഗീസ് വൈസ്രോയിയായി കേരളത്തിലെത്തിയത് 1524. വാസ്കോഡഗാമ അന്തരിച്ചത് 1524 ഡിസംബർ 24. വാസ്കോഡഗാമ അന്തരിച്ചത് 1524 ഡിസംബർ 24. വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്ത പള്ളി സെന്റ് ഫ്രാൻസിസ് ചർച്ച്, കൊച്ചി. സെന്റ് ഫ്രാൻസിസ് ചർച്ച്, കൊച്ചി. വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും മാറ്റി പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി 1539. വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം ഇപ്പോൾ ജെറോനിമസ് കത്തീഡ്രൽ ലിസ്ബണിലാണുള്ളത്. എവിടെയാണുള്ളത്? ജെറോനിമസ് കത്തീഡ്രൽ. വാസ്കോഡഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഗോവ. വാസ്കോഡഗാമ എന്ന സ്ഥലം എവിടെയാണുള്ളത്? ഗോവ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി, ദ അഡ്മിറൽ ഓഫ് ദ ഇന്ത്യൻ ഓഷൻ എന്ന് വാസ്കോഡഗാമയെ വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് വാസ്കോഡഗാമയെ വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവ്. അപ്പോൾ ഓക്കെയാണേ. 1497 വാസ്കോഡഗാമ വരുന്നു. എവിടെ നിന്നാണ് വരുന്നത്? ലിസ്ബണിൽ നിന്ന്. ആര് പറഞ്ഞിട്ടാണ് വരുന്നത്? ഡോം മാനുവൽ ഒന്നാമൻ പറഞ്ഞിട്ട്. എന്നാ വന്നിറങ്ങിയത്? 1498 മെയ് 20. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യൻ ശക്തി അത് പോർച്ചുഗീസുകാരായിരുന്നു. വാസ്കോഡഗാമയുടെ ആഗമനത്തെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡഗാമ യുഗം എന്ന് വിശേഷിപ്പിച്ചത് KM പണിക്കർ. രണ്ടാമത് വന്നു 1524. രണ്ടാമത് വന്നു 1502. മൂന്നാമത് 1524. മരിച്ചു 1524 ഡിസംബർ 24. 1499 വാസ്കോഡഗാമ ലിസ്ബണിൽ എത്തിയ ശേഷം പോർച്ചുഗീസ് രാജാവ് ഇന്ത്യയിലേക്ക് അയച്ചു. ആരെയാണെന്നറിയാമോ? ഒരു പ്രതിനിധിയെ. അൽവാരീസ് കബ്രാൾ. വാസ്കോഡഗാമ ചെന്നതിന് ശേഷം പോർച്ചുഗീസ് രാജാവ് ഇന്ത്യയിലേക്ക് അയച്ചു ഒരു പ്രതിനിധിയെ, അൽവാരീസ് കബ്രാൾ. സാമുദ്രിയുമായി ധാരണയിലെത്തിയ അൽവാരീസ് കബ്രാളിന്റെ പ്രതിനിധിയാണ് ഐറസ് കൊറിയ. എന്നാൽ കോഴിക്കോട്ടെ അറബികളുമായി ഉണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് കബ്രാളിന്റെ നേതൃത്വത്തിലുള്ള പോർച്ചുഗീസ് സംഘം കൊച്ചിയിലെത്തി. 1500 ഡിസംബർ 25 കൊച്ചിയിൽ ഒരു വ്യാപാരശാല നിർമ്മിക്കാൻ കൊച്ചി രാജാവ് അവർക്ക് അനുവാദം നൽകുകയും ഒരു ഉടമ്പടി ഏർപ്പെടുകയും ചെയ്തു. വാസ്കോഡഗാമയ്ക്കും കബ്രാളിനും ശേഷം ഇന്ത്യയിലെത്തിയ മൂന്നാമത്തെ പോർച്ചുഗീസ് പര്യടന സംഘത്തിന്റെ നേതൃത്വം ജാവോ ഡാനോവയ്ക്കായിരുന്നു.
കൊച്ചി കോഴിക്കോട് യുദ്ധം പിന്നീട് നടക്കുകയാണ്. കൊച്ചി രാജാവിനും പോർച്ചുഗീസുകാരും തമ്മിൽ വളർന്നു വന്ന സൗഹൃദം കോഴിക്കോട് സാമൂതിരിയെ അസ്വസ്ഥനാക്കി. എല്ലാ പോർച്ചുഗീസുകാരെയും കൊച്ചിയിൽ നിന്ന് പറഞ്ഞയക്കണമെന്ന് സാമൂതിരി കൊച്ചി രാജാവിന് സന്ദേശം അയച്ചെങ്കിലും കൊച്ചി രാജാവ് നിരസിച്ചു. തുടർന്ന് 1503 മാർച്ച് 1 കോഴിക്കോട് സൈന്യം കൊച്ചിയിലേക്ക് നീങ്ങി. തുടർന്നുള്ള യുദ്ധത്തിൽ കൊച്ചിയിലെ 3 രാജാക്കന്മാർ മരണപ്പെട്ടു. യുദ്ധഭയത്തെ തുടർന്ന് കൊച്ചി രാജാവ് അഭയം തേടിയ ക്ഷേത്രം എളങ്ങുന്നമ്പുഴ ക്ഷേത്രം. ഇതേ തുടർന്ന് കൊച്ചിയിലെത്തിയ പോർച്ചുഗീസ് നാവിക വിഭാഗത്തിന് നേതൃത്വം നൽകിയത് ഫ്രാൻസിസ്കോ അൽബുക്കർക്ക്. അപ്പോൾ ആരാണ് കൊച്ചിയിലെത്തിയ പോർച്ചുഗീസ് നാവിക വിഭാഗത്തിന് നേതൃത്വം നൽകിയത്? ഫ്രാൻസിസ്കോ അൽബുക്കർക്ക് കൊച്ചിയിലെത്തിയത് 1503 സെപ്റ്റംബറിൽ. പോർച്ചുഗീസ് സൈന്യത്തിന്റെ വരവോടെ കോഴിക്കോട് സൈന്യം പിൻവാങ്ങി. പോർച്ചുഗീസ് സൈന്യം വന്നപ്പോൾ ആര് പിൻവാങ്ങി? കോഴിക്കോട് സൈന്യം പിൻവാങ്ങി. അടുത്തെന്ന് പറയുന്നത് പോർച്ചുഗീസ് സാമ്രാജ്യത്തെ പറ്റിയിട്ടാണ്. പോർച്ചുഗീസ് സാമ്രാജ്യത്തെ പറ്റി നോക്കിയാലോ. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായി 1628. പോർച്ചുഗീസ് സാമ്രാജ്യം ഇന്ത്യയിൽ സ്ഥാപിതമായി. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1628. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനി ഗോവ, ദാമൻ ആൻഡ് ദിയു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാന്നിധ്യം ഉണ്ടായിരുന്നത് 463 വർഷം. എത്ര വർഷമാണ്? 463 വർഷം. 1498 വന്ന പോർച്ചുഗീസുകാർ 1961 തിരികെ പോകുന്നത്. ആദ്യമായി ഇന്ത്യയിലെത്തിയതും അവസാനമായി ഇന്ത്യ വിട്ടു പോയതുമായ യൂറോപ്യൻ ശക്തികൾ പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ബീജാപ്പൂർ സുൽത്താനിൽ നിന്നാണ് 1510. ഇന്ത്യയുമായി കച്ചവട ബന്ധം സ്ഥാപിച്ച കത്തോലിക്കൻ മതവിഭാഗക്കാരായിരുന്നു പോർച്ചുഗീസുകാർ. ഇനി ഓരോരുത്തരെയായിട്ട് നമുക്ക് പഠിക്കണം. അതിനു മുമ്പ് അതിന് നമുക്ക് ഇൻട്രഡക്ഷൻ പറഞ്ഞു തന്നെ വെക്കാം. പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യൻ പ്രദേശമാണ് ബോംബെ ദ്വീപ്. പോർച്ചുഗീസ് രാജാവ് ഇന്ത്യയിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യൻ പ്രദേശം ബോംബെ ദ്വീപ്. കാപ്യ എന്ന് പോർച്ചുഗീസുകാർ വിളിച്ചിരുന്ന സ്ഥലം കാപ്പാട്. പോർച്ചുഗീസുകാർ കലേക്കുറ്റി എന്ന് വിളിച്ചിരുന്നത് കോഴിക്കോട്. ഇന്ത്യയിലെ അവസാനത്തെ പോർച്ചുഗീസ് ഗവർണർ ജനറൽ അന്റോണിയോ വാസലോ ഇ സിൽവ. അവസാനത്തെ ഗവർണർ ജനറൽ ആരാണ്? അന്റോണിയോ വാസലോ ഇ സിൽവ. പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവയെ മോചിപ്പിച്ചത് 1961 ഡിസംബർ 19. ഗോവയിൽ പോർച്ചുഗീസുകാരെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേരെന്താണ്? ഓപ്പറേഷൻ വിജയ്. ഗോവയിൽ പോർച്ചുഗീസുകാർക്കെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ വിജയ്. ഗോവയിലെ സൈനിക നടപടിയെ പോലീസ് ആക്ഷൻ എന്ന് വിളിച്ചത് VK കൃഷ്ണമേനോൻ. ഗോവയിലെ സൈനിക നടപടിയെ പോലീസ് ആക്ഷൻ എന്ന് വിളിച്ചത് ആരാണ്? VK കൃഷ്ണമേനോൻ. ഇനി നമുക്ക് കുറച്ച് പോർച്ചുഗീസുകാരെ പറ്റി നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി പഠിക്കാം. ഓക്കെ. ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ഫ്രാൻസിസ്കോ ഡി അൽമേഡ 1505 നിയമിതനായി. ഇന്ത്യയിൽ നീലജല നയം ബ്ലൂ വാട്ടർ പോളിസി നീലജലനയം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽമേഡ. ഫ്രാൻസിസ്കോ ഡി അൽമേഡ. 5 ദ്വീപ് കണ്ണൂർ, മലാക്ക, കൊച്ചി എന്നിവിടങ്ങളിലെ കോട്ടകൾ ബലപ്പെടുത്തുകയും പുതിയ കോട്ടകൾ നിർമ്മിക്കുകയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന പരിപാടി. അൽമേഡ കണ്ണൂർ കോട്ട, സെന്റ് ആഞ്ചലോസ് കോട്ട. കണ്ണൂർ കോട്ടയുടെ മറ്റൊരു പേരെന്താണ്? കണ്ണൂർ കോട്ടയുടെ മറ്റൊരു പേരാണ് സെന്റ് ആഞ്ചലോസ് കോട്ട 1505 നിർമ്മിച്ചു. ഇതാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ആരാണ്? ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി. നീലജല നയം ആരുടേതാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. അൽമേഡ ഇന്ത്യയിൽ നിന്നും തിരിച്ചുപോയി 1509. അടുത്ത ആളാണ് അൽബുക്കർക്ക്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന വ്യക്തി
ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി, ഇന്ത്യയിൽ മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയി, കോഴിക്കോട് നഗരത്തെ ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി. കോഴിക്കോട് നഗരത്തെ ആക്രമിക്കാൻ ആരുടെ നേതൃത്വത്തിലുള്ളതാണ് സൈന്യത്തെയാണ് അൽബുക്കർക്ക് നിയോഗിച്ചത്? മാർഷൽ കുട്ടിൻഹോ. ആരാണ്? മാർഷൽ കുട്ടിൻഹോ. മാർഷൽ കുട്ടിൻഹോ. ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ടയായ പള്ളിപ്പുറം കോട്ട നിർമ്മിച്ച പോർച്ചുഗീസുകാരൻ അൽബുക്കർക്ക്. അൽബുക്കർക്ക് ആരാ? രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി, പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന വ്യക്തി, ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി, മിശ്ര കോളനി സമ്പ്രദായം കൊണ്ടുവന്ന വ്യക്തി, കോഴിക്കോട് നഗരത്തെ ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി. അദ്ദേഹം ഏൽപ്പിച്ചത് ആരെയാണ്? ആരുടെ സൈന്യത്തെയാണ് നിയോഗിച്ചത്? മാർഷൽ കുട്ടിൻഹോയുടെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ തലസ്ഥാനം കൊച്ചിയായിരുന്നു. പോർച്ചുഗീസുകാരുടെ ആദ്യത്തെ തലസ്ഥാനം, ഇന്ത്യയിലെ ആദ്യത്തെ തലസ്ഥാനം ഏതായിരുന്നു? കൊച്ചിയായിരുന്നു. പോർച്ചുഗീസുകാരിലെ ഇന്ത്യയിലെ പിന്നീടുള്ള തലസ്ഥാനം ഏതാണ്? ഗോവ. 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 1513 പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് കണ്ണൂർ സന്ധി. പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധി കണ്ണൂർ സന്ധി. 1540 പോർച്ചുഗീസുകാരും കോഴിക്കോടും തമ്മിൽ ഒപ്പുവെച്ച സന്ധി പൊന്നാനി സന്ധി. പൊന്നാനി സന്ധി. പൊന്നാനി സന്ധി. അതാരൊക്കെ തമ്മിലാണ്? പോർച്ചുഗീസുകാരും കോഴിക്കോടും തമ്മിൽ ഒപ്പുവെച്ച സന്ധി. ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയി. ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയിയുടെ പേരെന്താണ്? അൽബുക്കർക്ക്. കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റിയ വ്യക്തിമാരാണ്? അൽബുക്കർക്ക്. കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് അൽബുക്കർക്ക്. ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയി, ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽബുക്കർക്ക്. 1515 ഡിസംബറിൽ അന്തരിക്കുകയും ചെയ്തു. ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ഏതാണ്? പറഞ്ഞേ. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് അല്ലേ? അത് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികൻ ആരാണ്? ബർത്തലോമിയ ഡയസ്. ആരാണ്? ബർത്തലോമിയ ഡയസ്. 1488. 1488. കരമാർഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരി പെറോഡ കോവിൽഹ. പെറോഡ കോവിൽഹ. പെറോഡ കോവിൽഹ. പോർച്ചുഗീസുകാരുടെ കാർട്ടസ്. ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിനു വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയ ഒരു പാസാണ് കാർട്ടസ്. ഓരോ ഏഷ്യൻ വ്യാപാര കപ്പലും തങ്ങളുടെ ചരക്കുകൾ കടത്തുന്നതിന് പോർച്ചുഗീസുകാർക്ക് ഒരു നിശ്ചിത സംഖ്യ കരം നൽകി കാർട്ടസ് സ്വന്തമാക്കണമായിരുന്നു. കാർട്ടസിൽ കപ്പലിന്റെ വലിപ്പം, കപ്പിത്താന്റെയും ജീവനക്കാരുടെയും വിവരങ്ങൾ, ചരക്കിന്റെ വിവരങ്ങൾ, എത്തിച്ചേർന്ന തുറമുഖം എന്നീ വിവരങ്ങൾ ഉണ്ടായിരുന്നു. കാർട്ടസ് വാങ്ങാത്ത കപ്പലുകൾ കണ്ടുകെട്ടി ജീവനക്കാരെ കൊല്ലുകയോ കപ്പലുകളിൽ അടിമകളാക്കുകയോ ചെയ്തിരുന്നു. അടുത്ത എന്താണെന്നറിയാമോ? നമുക്ക് കൃതികളൊന്ന് നോക്കാം. പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ കോഴിക്കോട് സാമൂതിരിമാരും കുഞ്ഞാലിമരയ്ക്കാരും നടത്തിയ പോരാട്ടങ്ങൾ വിവരിക്കുന്ന കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. തുഹ്ഫത്തുൽ മുജാഹിദീൻ. കേരളത്തിൽ പോർച്ചുഗീസ് അതിക്രമങ്ങളെ കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യ ചരിത്രകൃതിയായി പണ്ഡിതന്മാർ കണക്കാക്കുന്നു തുഹ്ഫത്തുൽ മുജാഹിദീൻ. തുഹ്ഫത്തുൽ മുജാഹിദീൻ രചിച്ച ഭാഷ അറബി. തുഹ്ഫത്തുൽ മുജാഹിദീൻ രചിച്ച കാലഘട്ടം 16-ാം നൂറ്റാണ്ട്. പോർച്ചുഗീസ് അധിനിവേശത്തെ പറ്റി വിവരിക്കുന്ന മറ്റു ഗ്രന്ഥങ്ങൾ ഫത്ഹുൽ മുബീൻ കാസി മുഹമ്മദിൻ്റെത്, ഫാത്തുൽ മുജാഹിദീൻ സൈനുല്ലാബ്ദീൻ്റെത്. ചാലിയങ്കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് 16-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട അറബി കാവ്യമാണ് ഫത്ഹുൽ മുബീൻ, വ്യക്തമായ വിജയം. അപ്പോൾ പോർച്ചുഗീസുകാർ വരുന്ന സമയത്താണ് നമ്മുടെ കുഞ്ഞാലി മരക്കാരുടെ എൻട്രി. അപ്പോൾ നമുക്കത് നോക്കിയാലോ? കുഞ്ഞാലി മരക്കാർ ഇവിടെ പഠിക്കേണ്ടത് അത്യാവശ്യമല്ലേ? സാമൂതിരിയുടെ നാവിക സൈന്യത്തിന്റെ മേധാവിത്വം വഹിച്ചിരുന്നവർ കുഞ്ഞാലി മരക്കാർ. മരക്കാർ എന്ന സ്ഥാനപ്പേര് നൽകിയത് സാമൂതിരി. കുഞ്ഞാലിമാരുടെ ആസ്ഥാനം കോട്ടയ്ക്കൽ. കുഞ്ഞാലിമാരുടെ ആസ്ഥാനം കോട്ടയ്ക്കൽ. 1524 കുട്ടി അഹമ്മദ് അലിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നാവിക സൈന്യം പോർച്ചുഗീസുകാർക്ക് ഭീമമായ നഷ്ടമുണ്ടാക്കി. കുട്ടി അഹമ്മദ് അലിയുടെ സമരതന്ത്രം അറിയപ്പെടുന്നത് അടിച്ചിട്ടു കടന്നു കളയുക.
1528 പോർച്ചുഗീസ് നാവികപ്പട വീണ്ടും ഒരു യുദ്ധത്തിൽ ഏർപ്പെടുകയും ബാർക്കൂറിനടുത്ത് വെച്ച് കുട്ടിയാലിയെ തടവിലാക്കുകയും ചെയ്തു. സാമൂതിരി കുട്ടിയാലിയുടെ ബന്ധുവായ പച്ചാച്ചി മരക്കാരുടെയും കെയ്റോവിലെ ഒരു വ്യാപാരിയായ ആലി എബ്രഹാമിൻ്റെയും കുട്ടിയാലിയുടെ മകനായ കുഞ്ഞാലി രണ്ടാമൻ്റെയും നേതൃത്വത്തിൽ നാവിക സൈന്യത്തെ പുനഃസംഘടിപ്പിച്ചു. മരക്കാരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി ഇന്ത്യൻ സമുദ്രത്തിലെ പോർച്ചുഗീസ് വാണിജ്യം നിശ്ചലമായി. ഇതേ തുടർന്ന് പോർച്ചുഗീസ് ഗവൺമെൻറ് 1529 ഒക്ടോബറിൽ നിയമിച്ച ഗവർണറാണ് നൂനോ ഡ കുൻഹ. അപ്പോൾ കുഞ്ഞാലി മരക്കാരെ പറ്റി ഒന്ന് നോക്കിയാലോ. കുഞ്ഞാലി മരക്കാർ ഒന്നാമൻ്റെ യഥാർത്ഥ നാമം കുട്ടി അഹമ്മദ് അലി. കുഞ്ഞാലി മരക്കാർ രണ്ടാമൻ്റെ യഥാർത്ഥ നാമം കുട്ടി പോക്കറലി. കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ്റെത് പട്ടുമരക്കാർ. കുഞ്ഞാലി മരക്കാർ നാലാമൻ കുട്ടി മുഹമ്മദ് അലി മരക്കാർ. മുഹമ്മദ് അലി മരക്കാർ. അപ്പോൾ ഒന്നാമൻ കുട്ടി അഹമ്മദ് അലി, രണ്ടാമൻ കുട്ടി പോക്കറലി, 3 പട്ടുമരക്കാർ, 4 മുഹമ്മദ് അലി മരക്കാർ. കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം നേരിടാനായി 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ട ചാലിയം കോട്ട കോഴിക്കോട്. ചാലിയം കോട്ട പണിത പോർച്ചുഗീസ് ഗവർണർ നൂനോ ഡ കുൻഹ. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ടയാണ് ചാലിയം കോട്ട, കോഴിക്കോടാണ്. സാമൂതിരിയിൽ നിന്നും പുതുപ്പണത്ത് ഒരു കോട്ടയും പണ്ടകശാലയും നിർമ്മിക്കാൻ അനുമതി നേടിയത് കുഞ്ഞാലി മൂന്നാമൻ്റെ പേരെന്താണ്? പട്ടുമരക്കാർ. മരക്കാർ കോട്ട, പുതുപ്പണം കോട്ട നിർമ്മിച്ചത് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ്. ഇതിലൂടെ സാമൂതിരിയും മരക്കാർ കുടുംബവും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുകയും കുഞ്ഞാലി മൂന്നാമൻ്റെ നേതൃത്വത്തിൽ പോർച്ചുഗീസുകാർക്കെതിരെ ഒരു പ്രതിരോധം തീർക്കുകയും ചെയ്തു. AD 1571 ചാലിയം കോട്ട പിടിച്ചെടുക്കുകയും പോർച്ചുഗീസ് ആധിപത്യത്തിൻ്റെ തകർച്ചയുടെ തുടക്കം കുറിക്കുകയും ചെയ്തു. ആരാണ്? പട്ടുമരക്കാർ, കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ. എന്നാൽ കുഞ്ഞാലി നാലാമൻ്റെ കാലഘട്ടത്തിൽ സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിൽ ഒരു കരാറിലേർപ്പെടുകയും പൊന്നാനിയിൽ ഒരു ഫാക്ടറി സ്ഥാപിക്കുവാൻ അനുമതി നൽകുകയും ചെയ്തു. ഇത് സാമൂതിരിയും കുഞ്ഞാലി നാലാമനും തമ്മിലുള്ള ബന്ധം പ്രതിസന്ധിയിലാക്കുകയും കുഞ്ഞാലി നാലാമൻ്റെ നാവികപ്പടയ്ക്ക് പ്രയാസം സൃഷ്ടിക്കുകയും ചെയ്തു. അവസാനം കുഞ്ഞാലി നാലാമൻ സാമൂതിരിക്ക് മുന്നിൽ നിരുപാധികം കീഴടങ്ങി. സാമൂതിരി തന്ത്രപൂർവ്വം കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ കൈമാറ്റം ചെയ്തു. ഇന്ത്യ സമുദ്രത്തിലെ അധിപൻ, മുസ്ലിങ്ങളുടെ രാജാവ് കുഞ്ഞാലി മരക്കാർ നാലാമൻ. എന്താണ് പേര്? മുഹമ്മദ് അലി മരക്കാർ. കുഞ്ഞാലി മരക്കാർ നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചു 1600. കുഞ്ഞാലി മരക്കാരുടെ സ്മരണയ്ക്കായി നാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കേന്ദ്രമാണ് INS കുഞ്ഞാലി, മുംബൈ. കുഞ്ഞാലി മരക്കാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കി 2000. കുഞ്ഞാലി മരക്കാർ മ്യൂസിയം, ഇരിങ്ങൽ വടകര. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് നമ്മൾ പോർച്ചുഗീസുകാരെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഓക്കെ ആണേ. അപ്പോൾ ഇതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കാണുക. താങ്ക്